Hello everyone, welcome to Disha Academy. ബാങ്ക് എക്സാംസിന്റെ നമ്മുടെ കണ്ടന്റ് സെക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബാങ്കിങ് ചാനലിൽ. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും റെഡി ആണല്ലോ? എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് എന്താണ് ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയാം. എന്താ ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ? ലീനിയർ ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പവർ 1 ആയിട്ടുള്ള ഇക്വേഷൻസിനെയാണ് ലീനിയർ ഇക്വേഷൻസ്. ഡിഗ്രി 1 ആയിട്ടുള്ള ഇക്വേഷൻസിനെയാണ് ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 2x plus 3 is equal to 0. 2x plus 3 is equal to 0. ഇതൊരു ലീനിയർ ഇക്വേഷൻ എക്സാമ്പിൾ ആണ്. കാരണം ഇവിടെ ഒരു വേരിയബിൾ ആണുള്ളത്, അത് x ആണ്. എത്ര വേരിയബിൾ ഉണ്ട് ഇവിടെ? ഒരു വേരിയബിൾ ആണുള്ളത്, ആ വേരിയബിൾ ഏതാണ്? x ആണ്. ആ x ന്റെ പവർ എന്താണ്? 1 അല്ലേ? ആ x ന്റെ പവർ എന്താണ്? 1 അല്ലേ? അപ്പൊ ഡിഗ്രി 1 ഉള്ള ഇക്വേഷനെയാണ് നമ്മൾ ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഡിഗ്രി 1 ഉള്ള ഇക്വേഷനെയാണ് നമ്മൾ ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ 3x plus 2y is equal to 7. ഇതും ലീനിയർ ഇക്വേഷനാ. കാരണം ഇവിടെ x ഒരു വേരിയബിൾ ഉണ്ട്, y ഒരു വേരിയബിൾ ഉണ്ട്, അതിന്റെ എല്ലാം ഡിഗ്രി എന്താണ്? 1 ആണ്. 2x is equal to 3. ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണ്. 4y is equal to 7. ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണ്. അപ്പൊ ലീനിയർ ഇക്വേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ? എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ? ക്വാഡ്രാറ്റിക് അതായത് ഡിഗ്രി 2 ഉള്ള ഇക്വേഷനെയാണ് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് ax² plus bx plus c is equal to 0 ആണ്. ax² plus bx plus c is equal to 0 ആണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ജനറൽ ഫോം. ഇവിടെ x എന്ന് പറയുന്നതാണ് വേരിയബിൾ അല്ലെ? x ആണ് വേരിയബിൾ. ഈ x വേരിയബിൾ ഉള്ള ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ മാക്സിമം പവർ അല്ലെങ്കിൽ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ ഡിഗ്രി 2 ഉള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണിത്. ഒരു വേരിയബിളേ ഉള്ളൂ. മനസ്സിലായോ? x² കോഎഫിഷ്യന്റ് a ആണ്, x ന്റെ കോഎഫിഷ്യന്റ് b ആണ്, പിന്നെ ഒരു കോൺസ്റ്റന്റ് c ആണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ സ്കൂൾ ടൈമിലൊക്കെ സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. എങ്ങനെ ഓർമ്മയുണ്ടോ? ആ ഇക്വേഷൻ ഇപ്പൊ അപ്ലൈ ചെയ്ത് നമുക്ക് ഒരുപാട് ടൈം എടുക്കും. നമ്മൾ അത് ഇക്വേഷൻസ് വെച്ചിട്ടല്ല പഠിക്കുന്നത്. ബാങ്ക് എക്സാമിന് നമ്മൾ ഇക്വേഷൻ വെച്ചല്ല പഠിക്കുന്നത്. എങ്കിലും ജസ്റ്റ് ഒന്ന് പറയാം. x is equal to minus b plus o minus root of b² minus 4ac by 2a. ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ x കണ്ടുപിടിക്കാനുള്ള സൊല്യൂഷൻ. ഇത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സമയം എടുക്കും. അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിന് അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം യൂസ് ചെയ്യുന്നത്. നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത്, അതെല്ലാം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുപോലെ വരുന്ന മോഡൽ, നമ്മുടെ എക്സാമിന് വരുന്ന കുറേ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ 5 ക്വസ്റ്റ്യൻസ് 5 മാർക്ക് അതേപോലെ കിട്ടുന്ന വേറൊരു സെക്ഷനാണ്. നമ്മുടെ സിംപ്ലിഫിക്കേഷൻ പഠിപ്പിച്ചപ്പോഴും അതുപോലെ പറഞ്ഞു. ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കിട്ടുന്നത്, ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കിട്ടുന്നത് 5 to 8 ക്വസ്റ്റ്യൻസ് ഒക്കെ സിംപ്ലിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ അപ്രോക്സിമേഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്രോക്സിമേഷൻ നെക്സ്റ്റ് ഒരു ദിവസം നമ്മൾ ക്ലാസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ax² plus bx plus c അതൊക്കെ നമ്മൾ എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, അതിന്റെ സൊല്യൂഷൻ ഒക്കെ ഡയറക്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മോഡലാണ്. എന്നാൽ ഇവിടെ നമ്മുടെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം മോഡലിൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് ഇനി തൊട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇനി തൊട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് പോകേണ്ടത്. അതായത് if alpha beta are the roots then the corresponding quadratic equation is. എന്താ ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ? റൂട്ട് എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ. ആൽഫയും ബീറ്റയും ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട്സ് ആണെങ്കിൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ നമുക്കറിയാമെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എഴുതുന്നത് എങ്ങനെയാണെന്നാ പറയുന്നത്. അതായത് ആൽഫ എന്ന് പറഞ്ഞ റൂട്ട് ഉണ്ട്, ബീറ്റ എന്ന് പറഞ്ഞ റൂട്ട് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെ എഴുതേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ x² മൈനസ്, ശ്രദ്ധിക്കുക, മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ ഇസ് ഈക്വൽ ടു 0. ഇതാണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻസ് തന്നിരുന്നാൽ നമ്മൾ എഴുതുന്നത്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എഴുതുന്നത് ഇങ്ങനെയാണ്. ഒരു എക്സാമ്പിൾ നോക്കേ. ആൽഫ 2 ആണ്, ബീറ്റ 3 ആണ്. ആൽഫ 2 ആണ്, ബീറ്റ 3 ആണ്. അപ്പൊ എങ്ങനെ എഴുതും? x² മൈനസ് ആൽഫ പ്ലസ് ബീറ്റ 2 പ്ലസ് 3 എന്ത് വരും? 5x പ്ലസ് ആൽഫ ഇൻറ്റു ബീറ്റ
2 into 3 6 is equal to 0. അപ്പോൾ x square minus 5x plus 6 is equal to 0. ഇതാണ് നമ്മുടെ quadratic equation. മനസ്സിലായോ? ആൽഫ 2ഉം ബീറ്റ 3ഉം ആണെങ്കിൽ 2ഉം 3ഉം കൂടെ ആഡ് ചെയ്ത് എക്സിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് എഴുതി 2ഉം 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കോൺസ്റ്റന്റ് ആയിട്ട് എഴുതി. അങ്ങനെയാണ് നമ്മുടെ quadratic equation കിട്ടുക. നമുക്ക് ചോദിക്കുന്നത് എങ്ങനെയാ? quadratic equation തന്നിട്ട് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന രീതിയിലാണ് ചോദിക്കുന്നത്. പക്ഷെ ഇത് മനസ്സിലാക്കിയാൽ തിരിച്ചു ചെയ്യാൻ പറ്റില്ലേ? അതായത് ഇത് റൂട്ട്സിന്റെ സം ആണ്, ഇത് റൂട്ട്സിന്റെ പ്രോഡക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ആദ്യം അത് നോക്കാം. നമുക്ക് എക്സാമിന് വേണ്ടത് നോക്കേ, എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 is equal to 0 തന്നാൽ എക്സിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് എന്തൊക്കെയാണ്? എക്സിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂ ഇതൊരു ജനറൽ ഫോമിൽ കിടക്കുന്നതുകൊണ്ട് കണ്ടോ, എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 is equal to 0 ഇതാണ് നമ്മുടെ ജനറൽ ആയിട്ടുള്ള ഒരു ഫോമിൽ കിടക്കുന്നത് കൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ ഫോർമാറ്റിലല്ലേ കിടക്കുന്നത്, ഇത് പ്ലസ് വാല്യൂ ആണ്, ഇത് മൈനസ് വാല്യൂ ആണ്, then again പ്ലസ് വാല്യൂ ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഇനി നോക്കേണ്ടത് കേട്ടോ. നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് തരുമ്പോൾ ഈ ഒരു ഫോർമാറ്റിലാണെങ്കിൽ വേറെ ഒന്നും ആലോചിക്കാല്ല. ഈ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ കോഎഫിഷ്യന്റ് ഇല്ല, എ എന്ന് പറഞ്ഞൊരു കോഎഫിഷ്യന്റ് അവിടെ ഇല്ല. ഓക്കെ, ആ ഒരു ഫോർമാറ്റിലാണെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, ഈ 6നെ അങ്ങ് എടുക്കുക. 6നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 into 3 എന്ന് എഴുതാം അല്ലെ. 6നെ നമുക്ക് 2 into 3 എന്ന് എഴുതാം. ആൻഡ് 2 plus 3 5 അല്ലേ, 2ഉം 3ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 5 അല്ലേ, 2ഉം 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 ആണ്, 2ഉം 3ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 5 ആണ്. സോ എക്സിന് വരാൻ പറ്റുന്ന വാല്യൂ 2, എക്സിന് വരാൻ പറ്റുന്ന വാല്യൂ 2, ക്ലിയർ ആണോ? ഇതാണ് ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഒന്ന് രണ്ട് എക്സാമ്പിൾസ് കൂടെ പറയാം. മാത്സ് എപ്പോഴും കുറച്ചധികം എക്സാമ്പിൾസ് പഠിച്ചാലാണ് കൂടുതൽ ക്ലിയർ ആവുന്നത്. ഓക്കെ, വേറെ എക്സാമ്പിൾ നോക്കാം. എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 10 is equal to 0. x square minus 7x plus 10 is equal to 0. എന്ത് വരുവാടാ? അതായത് ജനറൽ ഫോമിൽ തന്നെ കിടക്കുന്ന നമ്മൾ ഇപ്പൊ പറഞ്ഞ കണക്കല്ല, ഇവിടെ കോഎഫിഷ്യന്റ് ഒന്നും ഇല്ല, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് ഉണ്ട്. അപ്പൊ ജനറൽ ആയിട്ടുള്ള ഫോർമാറ്റിലാണ് കിടക്കുന്നെങ്കിൽ ഒന്നും ആലോചിക്കേണ്ട, ഈ 10നെ സ്പ്ലിറ്റ് ചെയ്യാം. 10നെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ സം 7 കിട്ടുന്ന രീതിയിൽ തന്നെ സ്പ്ലിറ്റ് ചെയ്യാം. 2 into 5 അല്ലേ 10, 2 plus 5 അല്ലേ 7. സോ നമ്മുടെ ആൻസർ എന്ത് വരും? ആൻസർ എന്ത് വരും? എക്സ് is equal to 2ഉം വരാം 5ഉം വരാം. കാരണം 2ഉം 5ഉം ആഡ് ചെയ്യുമ്പോൾ 7 കിട്ടുന്നതുകൊണ്ട് 2 into 5 10 ആണ്. ഇതേ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നെങ്കിലോ, എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 12 is equal to ആയിരുന്നു 0 എങ്കിലോ, എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 12 is equal to 0 എന്നായിരുന്നെങ്കിലോ, 12നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 into 6 എന്ന് എഴുതാം, 3 into 4 എന്ന് എഴുതാം. പക്ഷെ സം 7 കിട്ടാൻ വേണ്ടി 3 into 4 അല്ലേ നല്ലത്? 3 into 4 12 ആണ്, 3ഉം 4ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 7 കിട്ടും. അപ്പൊ എക്സിന്റെ വാല്യൂ എന്തൊക്കെയാണ്? 3ഉം 4ഉം. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞ ഇത്രയും മനസ്സിലായോ? ഇനിയും എക്സാമ്പിൾസ് വേണോ? ഇനി എക്സാമ്പിൾ പറയട്ടെ. എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 12 is equal to 0. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കേ. എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 12 is equal to 0. എങ്ങനെ ചെയ്യും? എങ്ങനെ ചെയ്യും? എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 12 is equal to 0. എക്സിന് വരാൻ സാധ്യതയുള്ള വാല്യൂസ് എന്തൊക്കെയാണ്? 12നെ എടുത്തു, എക്സ് സ്ക്വയറിന് കോഎഫിഷ്യന്റ് ഒന്നും ഇല്ല, അതുകൊണ്ടാണ് 12നെ മാത്രമായിട്ട് എടുക്കുന്നത്. 12നെ എടുത്തു, 12നെ ഏറ്റവും മാക്സിമം രീതിയിൽ ഫാക്ടറൈസ് ചെയ്ത് എഴുതുക. ചിലപ്പോൾ 3 into 4 എന്ന് എഴുതിയാൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. കാരണം 4നെ വീണ്ടും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാലോ, 2 into 2 എന്ന് എഴുതാലോ. അതുകൊണ്ട് മാക്സിമം സ്പ്ലിറ്റ് ചെയ്യാം. അപ്പൊ 3 into 4ന് പകരം 2 into 2 എന്ന് എഴുതാം. ഇനി ഏതെങ്കിലും കോമ്പിനേഷൻ സം 8 തരുന്നുണ്ടോ? 3 into 2 6 ആണ്, ഇത് 2 ആണ്. 6ഉം 2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 8 ആണ്, 6ഉം 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 ആണ്. സോ ആൻസർ എക്സിന് വരാൻ പറ്റുന്ന വാല്യൂസ് ഏതൊക്കെയാ? 6ഉം 2. ക്ലിയർ ആണോ?
ഇത്രയും ക്ലിയർ ആണോ? ആ ഒരു മെത്തേഡ് മനസ്സിലായല്ലോ? ഇത്രയും നേരം ഞാൻ പറഞ്ഞു കോഎഫിഷ്യന്റ് വന്നില്ലെങ്കിൽ എന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ? കോഎഫിഷ്യന്റ് വന്ന എന്താ സംഭവിക്കുക? അപ്പൊ ഇനി ഒരു കോഎഫിഷ്യന്റ് എക്സ് സ്ക്വയറിന് ഒരു കോഎഫിഷ്യന്റ് വരുന്ന ഒരു ടൈപ്പ് നോക്കാം. അതായത് നമുക്ക് 2y square minus 11y plus 15 is equal to 0 നോക്കാം. 2y square minus 11y plus 15 is equal to 0. ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെ ഒരു കോഎഫിഷ്യന്റ് കിടപ്പുണ്ട് അല്ലെ? വൈക്ക് ഒരു കോഎഫിഷ്യന്റ് കിടപ്പുണ്ട്. വൈ സ്ക്വയറിന് ഒരു കോഎഫിഷ്യന്റ് ഉണ്ട്. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 15നെ മാത്രമായിട്ട് എഴുതാൻ പറ്റില്ല. y സ്ക്വയറിന് ഒരു കോഎഫിഷ്യന്റ് ഉണ്ടെങ്കിൽ 15നെ മാത്രമായിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റില്ല. 15നെ നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം? 15നെ മാത്രമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. 15നെ ചേർത്ത് 2നെയും കൂടെ ചേർത്ത് വേണം ചെയ്യാൻ. 2 into 15നെയാണ് നിങ്ങൾ ഇനി സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. നേരത്തെ ഇവിടെ 12 മാത്രം എടുത്താൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയത്, കാരണം ഇവിടെ 1 ആയിരുന്നു. ഇവിടെ 10 മാത്രം എടുത്താൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയത്, കാരണം ഇവിടെ 1 ആയിരുന്നു. ഇവിടെ 2 ഉണ്ടായത് കൊണ്ട് 2 into 15നെ വേണം സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ. അപ്പൊ 2 into 3 into 5 എന്ന് എഴുതാം. ഇനി ഇതിൽ എന്ത് കോമ്പിനേഷൻ, ഏതെങ്കിലും കോമ്പിനേഷൻ 11 തരുമോ? 2 into 3 6 ആണ്. ഇവിടെ 5 ആണ്. 6 plus 5 11 അല്ലേ? 6 plus 5 11 അല്ലേ? അപ്പൊ നമുക്ക് കിട്ടിയത് 6ഉം 5ഉം ആണ്. നേരത്തെ പ്രോബ്ലത്തിലൊക്കെ നമ്മൾ അതേപോലെ 6ഉം 5ഉം എടുത്ത് എഴുതി. പക്ഷെ ഇവിടെ ചെയ്യാൻ പറ്റുമോ? കാരണം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് വേണം അവസാനിപ്പിക്കാൻ. സോ 6/2 and 5/2 ആണ് നമ്മുടെ ആൻസർ. 6/2 എന്ന് പറഞ്ഞാൽ 3 ആണ്. 5/2 എന്ന് പറഞ്ഞാൽ 2.5 ആണ്. സോ വൈക്ക് വരാൻ ചാൻസ് ഉള്ള വാല്യൂസ് ഏതൊക്കെയാണ്? 3ഉം 2.5ഉം. 3ഉം 2.5ഉം. ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? നമുക്കിനി ഓരോ പ്രോബ്ലംസ് ആയിട്ട് നോക്കാം, ഒരു ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഇതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ബേസ്. ഇനി ഇതിനകത്ത് വരുന്ന മാറ്റങ്ങളോട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പൊ എല്ലാം ആ സെയിം ഫോർമാറ്റിലാണ്. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ടേം പ്ലസ് ആണ്, -8x അല്ലെങ്കിൽ ആ സെക്കൻഡ് ടേം മൈനസ് ആണ്, അടുത്ത ടേം പ്ലസ് ആണ്. എന്നിട്ട് ഡിഫറെന്റ് കോമ്പിനേഷൻ വരാം. എക്സ് സ്ക്വയർ -8x -12 അല്ലെങ്കിൽ എക്സ് സ്ക്വയർ -8x +12 അല്ലെങ്കിൽ എക്സ് സ്ക്വയർ +8x -12, അങ്ങനെ പല പല കോമ്പിനേഷൻ വരാം. അപ്പൊ ആദ്യം ജനറൽ ഫോം വൃത്തിക്കങ്ങ് പഠിക്കാം. എന്നിട്ട് അതിന്റെ വേരിയേഷൻ എന്താണെന്ന് ഞാൻ പറയാം. അതിൽ സൈൻ ചേഞ്ച് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നീട് പറഞ്ഞുതരാം. ഓക്കെ, എപ്പോഴും പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക, എന്താ പറയാ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് പഠിക്കാം, ഒരുപാട് സ്ട്രെയിൻ ഇല്ലാതെ പഠിക്കാം. അതുകൊണ്ട് എപ്പോഴും അങ്ങനെ തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. എടാ, അതിനു മുമ്പ് നമ്മുടെ SSC-RRB ബാങ്കിന്റെ ഓൺലൈൻ കോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ, ബാങ്കിന്റെ ഒക്കെ ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ കോൺടാക്ട് നമ്പറിൽ കണക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരും. അതുപോലെ ഓൺലൈൻ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് നോക്കുക. നെക്സ്റ്റ് ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ IBPSന്റെ കലണ്ടർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ എക്സാംസുകളും നമുക്ക് ഒരു 4 months 5 monthsനകത്ത് വെച്ചിട്ട് 4 months 5 monthsന് കഴിയുമ്പോൾ ഒരു 4 to 4 months കഴിയുമ്പോൾ അങ്ങോട്ട് പിന്നെ നമുക്ക് ബാങ്ക് എക്സാംസിന്റെ സീസൺ ആണ്. അപ്പൊ നേരത്തെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടല്ല ഓഫ്ലൈൻ ആയിട്ടാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് കൊല്ലത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, നമുക്ക് കൊട്ടാരക്കര ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, തൃശ്ശൂർ, കാലിക്കറ്റ്, ട്രിവാൻഡ്രം, ഇത്രയും സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ടും നമ്മുടെ ദിശ അക്കാഡമിയുടെ കോഴ്സുകൾ അവൈലബിൾ ആയിരിക്കും. അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മുടെ 2 ക്വസ്റ്റ്യൻ നമുക്കുണ്ട് കേട്ടോ. ഈ 2 ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യാൻ പോവാ. 2 ക്വസ്റ്റ്യന്റെ ആ ഫോർമാറ്റ് നോക്കി, ഫോർമാറ്റ് നോക്കുമ്പോൾ ഒരു പ്രശ്നം ഇല്ല. പക്ഷെ എക്സ് സ്ക്വയറിന് കോഎഫിഷ്യന്റ്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഒന്ന് ചെയ്തേ. 4x square minus 32x plus 63 is equal to 0. 4x square minus 32x plus 63 is equal to 0. എങ്ങനെയാ ചെയ്യുന്നത്?
63 മാത്രമായിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. എന്ത് ചെയ്യണം? 4 into 63 തന്നെ ചെയ്യണം. പക്ഷെ അവസാനം നമ്മൾ 4 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യും. അവസാനം 4 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പൊ നോക്കാം. 4 into 63 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാക്സിമം സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. അപ്പൊ ഒരു മിസ്റ്റേക്ക് വരില്ല. 4നെ 2 into 2 എന്ന് എഴുതാം. 63 എന്ന് പറഞ്ഞാൽ 9 into 7 അല്ലേ? 9 into 7. So 9 പകരം 3 into 3 എന്ന് എഴുതി then ഒരു 7. മനസ്സിലായോ? ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആക്കാം. 2 into 2 into 3 into 3 into 7. ഇനി ഇതിൽ ഏത് കോമ്പിനേഷൻ ആണ് 32 തരുന്നത് നോക്കാം. ഇതിൽ ഏത് കോമ്പിനേഷൻ ആണ് 32 തരുന്നത് നോക്കാം. ഏത് കോമ്പിനേഷൻ ആയിരിക്കും 32 തരുന്നത്? നോക്കാം. 7ഉം 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 14 ആണ്. ഇവരെ ഇത്രയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 18 ആണ്. 18 പ്ലസ് 14 32 അല്ലേ? ആണല്ലോ. അപ്പൊ കിട്ടിയല്ലോ നമ്മുടെ സംഭവങ്ങള്. 14ഉം 18ഉം 14ഉം 18ഉം. അപ്പൊ ഫൈനലി നമ്മൾ എന്ത് എഴുതണം? 14/4ഉം 18/4 എന്ന് എഴുതാൻ മറന്നു പോകരുത്. സോ ആൻസർ 14ന്റെ പകുതി 7ആണ്. 7ന്റെ പകുതി 3.5 ആണ്. 18ന്റെ പകുതി 9 ആണ്. 9ന്റെ പകുതി 4.5 ആണ്. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ 2 പ്രാവശ്യം പകുതി എടുത്താൽ മതി. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ 2 പ്രാവശ്യം പകുതി എടുത്താൽ മതി. ഇത് നമ്മൾ ചെയ്തല്ലേ? ഒന്ന് ഓർത്ത് നോക്കിയേ. എങ്ങനെയാ നമ്മളിത് ചെയ്തേ? സെക്കൻഡ് ക്വസ്റ്റ്യനും അതുപോലെ ഒന്ന് ചെയ്തേ. 2 into 15 എന്ന് എഴുതി. എന്നിട്ട് 15നെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യണ്ടേ? 2 into 3 into 5 എന്ന് എഴുതി. ഏത് കോമ്പിനേഷനാ 11 തരുന്നത്? 2 into 3 ഒരു 6 ഉണ്ട്, ഇതൊരു 5 ഉണ്ട്. 6 plus 5 ആണ് 11 തരുന്നത്. ഇത്രയും ഓക്കെ ആണോ? എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഈ 2ഉം ഈ 15ഉം കൂടെ എടുത്തിട്ട് അതിന്റെ കോമ്പിനേഷൻസ് എഴുതുകയാണ്. 6 plus 5 11 അല്ലേ? 6 plus 5 11 അല്ലേ? അപ്പൊ നമ്മുടെ 6ഉം 5ഉം അല്ലേ ആൻസർ? പക്ഷെ എന്ത് ചെയ്യാനുണ്ട്? by 2 ചെയ്യാനുണ്ട്. സോ 3ഉം 2.5 3ഉം 2.5 നമ്മൾ ചെയ്യുന്നതായിരുന്നു അല്ലേ? അപ്പൊ ഓൺലൈൻ കോഴ്സിനെ പറ്റിയും ഓഫ്ലൈൻ കോഴ്സിനെ പറ്റിയും പറഞ്ഞു. നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. ഒന്ന് ട്രൈ ചെയ്തേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്തേ. 9x² minus 37x plus 30. ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ആ ഒരു ജനറൽ ഫോമിൽ കിടക്കുവാണ് അല്ലെ? ഒരു 9 കോഎഫിഷ്യന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് 9ഉം 30ഉം കൂടെ ചേർത്ത് എടുക്കണം. അങ്ങനെ ചേർത്ത് എടുത്തിട്ട് 37 സം വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യണം. ലാസ്റ്റ് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇത്രയും സ്റ്റെപ്സ് ആണുള്ളത്. 9 കോഎഫിഷ്യന്റ് ഉണ്ടായിട്ട് 9ഉം 30ഉം കൂടെ ചേർത്ത് എടുത്തിട്ട് വേണം ഫാക്ടേഴ്സ് ആക്കി എഴുതാൻ. ആ ഫാക്ടേഴ്സിൽ നിന്ന് സം 37 കിട്ടുന്ന കോമ്പിനേഷൻ എടുക്കാം. ലാസ്റ്റ് വീണ്ടും 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ 3 സ്റ്റെപ്പാണ് നമുക്കുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് 9ഉം 30ഉം കൂടെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഫോമിലോട്ട് മാറ്റുക. 9 എന്ന് പറഞ്ഞാൽ 3 into 3 ആണ്. 30 എന്ന് പറഞ്ഞാൽ 3 into 10 ആണ്. 3 into 5 into 2 അങ്ങനെ സ്പ്ലിറ്റ് ചെയ്താൽ അത്രയും നല്ലത് കേട്ടോ. സോ 3 into 3 into 3 എത്രയാണ്? 27 അല്ലേ? 5 into 2 എത്രയാണ്? 10 അല്ലേ? സം 37 ആയില്ലേ? സം 37 ആയില്ലേ? കിട്ടിയായിരുന്നോ എല്ലാവർക്കും? 2 സ്റ്റെപ്പ് കഴിഞ്ഞു. ആദ്യം 9 into 30 എന്ന് എഴുതി, എന്നിട്ട് അതിനെ 3 into 3 into 3 into 5 into 2 എന്ന് എഴുതി. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. എന്നിട്ട് കോമ്പിനേഷൻ എടുക്കാൻ നോക്കി 37 കിട്ടണം. നോക്കിയപ്പം ആ 3 മൾട്ടിപ്ലൈ ചെയ്താൽ 27 കിട്ടും. ബാക്കി 10 ആണ്. 27 plus 10 37 ആണ്. 2 സ്റ്റെപ്പ് കഴിഞ്ഞു. മൂന്നാമത്തെ സ്റ്റെപ്പിലോട്ട് പോവുകയാണ്. 27ഉം 10ഉം ആൻസർ എഴുതാൻ വരട്ടെ. മൂന്നാമത്തെ സ്റ്റെപ്പിൽ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം ആൻസർ എഴുതാൻ. സോ 27/9 3 10/9 3.3. So 10/9 1.3. Okay. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ?
അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ. 3y² minus 19y plus 30 is equal to 0. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? 3 into 30യെ ഏറ്റവും സിമ്പിൾ ആക്കി എഴുതാം. 3 into 30 എങ്ങനെ എഴുതാം? 3 into 10, that is 3 into 5 into 2. ചില സമയത്ത് ഈ 5 into 2 കൂടെ ഒക്കെ വേണ്ടി വരും, അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്. ഈ ക്വസ്റ്റ്യനൊന്നും ആവശ്യം വന്നില്ല, ഓക്കെ ആണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ 3 into 3 9 ആണ്, ബാക്കി 10 കൂടെ മതി എന്ന് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ 5 into 2 എന്നൊന്നും സ്പ്ലിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ചിലർക്ക് ഇങ്ങനെ എഴുതി കഴിയുമ്പോഴേ മനസ്സിലാവും 9 ഉം 10 ഉം ആണ്. ഓക്കെ, എഴുതിക്കോ, ഈ ഒരു സ്റ്റെപ്പ് ഒക്കെ ഒഴിവാക്കിക്കോ, ഒരു പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ 3 into 3 9 ആണ്, 5 into 2 10 ആണ്, 9 ഉം 10 ഉം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് 19 വരുന്നത്. 9 ഉം 10 ഉം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് 19 വരുന്നത്. ഇനി എന്താ ചെയ്യുന്നത്? ലാസ്റ്റ് നമ്മൾ ഈ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 9/3 ഉം 10/3. 9/3 എന്ന് പറഞ്ഞാൽ 3 ആണ്, 10/3 എന്ന് പറഞ്ഞാൽ 3.33 ആണ്. സോ ആൻസർ 3 ഉം 3.33. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണ്. അപ്പൊ നമ്മൾ ഇതുപോലൊരു ചോദ്യം ചോദിച്ചെങ്കിൽ നിങ്ങൾ ചെയ്തോളുമല്ലോ, ഇതുപോലൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചെയ്തോളുമല്ലോ. അപ്പൊ ഇവിടെ എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഇപ്പൊ ചെയ്ത ക്വസ്റ്റ്യൻ എല്ലാം ഇവിടെ മൈനസും ഇവിടെ പ്ലസ് ആയിരുന്നു. അതായത് ഇവിടെ മൈനസ് ഇവിടെ പ്ലസ് ആയിരുന്നു. നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനും അങ്ങനെ അല്ലായിരുന്നോ? ഇവിടെ മൈനസ് ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ് ഇവിടെ പ്ലസ്. ആ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ പ്രോബ്ലംസ് എല്ലാം ചെയ്തു, മൈനസ് പ്ലസ്. ഇനി അങ്ങനെ അല്ലാതെ വരുന്ന അടുത്തൊരു കോമ്പിനേഷൻ നോക്കാം. അതായത് ഇപ്പൊ നമുക്ക് ax² minus bx plus c is equal to 0. അതാണ് നമ്മളിപ്പോ പഠിച്ചത്. ഇനി ഇവിടെ ax² plus bx plus c is equal to 0 എന്നാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു എക്സാമ്പിൾ, x² plus 5x plus 6 is equal to 0. x² plus 5x plus 6 is equal to 0. ഇങ്ങനെയായിരുന്നു നമ്മുടെ ചോദ്യമെങ്കിൽ എങ്ങനെ ചെയ്യും? ഫസ്റ്റ് സ്റ്റെപ്പ് പഴയ പോലെ, ഇവിടെ കോഎഫിഷ്യന്റ് ഒന്നും ഇല്ല, ഇവിടെ 6. അപ്പൊ ഇവിടെ കോഎഫിഷ്യന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് 6 മാത്രമേ ഉള്ളൂ. 6നെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു? 2 into 3 എന്ന് സ്പ്ലിറ്റ് ചെയ്തു. 2 into 3 എന്ന് സ്പ്ലിറ്റ് ചെയ്തു. ഇനി 2 ഉം 3 ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 5 അല്ലേ? അപ്പൊ ആൻസർ 2 എഴുതി 3 എഴുതി. പക്ഷേ ജനറൽ ഫോം അല്ലാതെ ഇവിടെ പ്ലസ് ആയതുകൊണ്ട് നേരത്തെ 2 ഉം 3 എഴുതി ആൻസർ സ്റ്റോപ്പ് ചെയ്യായിരുന്നു. എന്നാൽ ഇവിടെ നമ്മൾ മൈനസ് കൊടുക്കണം. -2 ഉം -3 ഉം ആണ് ആൻസർ. -2 ഉം -3 ഉം ആണ് ആൻസർ. ക്ലിയർ ആണോ? വേറൊരു എക്സാമ്പിൾ, x² plus 7x plus 12 is equal to 0. ഫസ്റ്റ് സ്റ്റെപ്പ് 1 into 12, കാരണം ഇവിടെ കോഎഫിഷ്യന്റ് ഒന്നും ഇല്ല, അതായത് 3 into 4 എന്ന് എഴുതി. 3 plus 4 7 ആണ്, സോ 3 എഴുതി 4 എഴുതി. പക്ഷെ ഇവിടെ മൈനസ് അല്ലാത്തത് കൊണ്ട് ഇവിടെ മൈനസ് കൊടുക്കണം, ഇവിടെ മൈനസ് അല്ലാത്തത് കൊണ്ട് ഇവിടെ മൈനസ് കൊടുക്കണം. എന്നിട്ട് ഇനിയും ഫോർമാറ്റുകൾ വ്യത്യസ്തമായിട്ടുണ്ട്. ഇപ്പൊ ഇതൊരു ടൈപ്പ്, രണ്ടാമത്തെ ടൈപ്പ് ഇത് വന്നു അല്ലെ? ആ ടൈപ്പ് വന്നാലെല്ലാം മൈനസ് എന്ന് കൊടുത്ത ആൻസർ ആവും. ഇനി മൂന്നാമതൊരു ടൈപ്പ് ഉണ്ട്, ax² plus bx minus c is equal to 0. നാലാമത് വേറൊരു ടൈപ്പ് ഉണ്ട്, ax² minus bx minus c is equal to 0. അപ്പൊ മൊത്തത്തിൽ 4 ടൈപ്പ് ഉണ്ട്. ഈ 4 ടൈപ്പിലും ഇപ്പൊ ആദ്യത്തെ ടൈപ്പിൽ എല്ലാം പ്ലസ് എഴുതാൻ പറഞ്ഞു, രണ്ടാമത്തെ ടൈപ്പിൽ എല്ലാം മൈനസ് എഴുതാൻ പറഞ്ഞു. അപ്പൊ മൂന്നാമത്തെ ടൈപ്പിലും മിക്സ് ചെയ്ത് വന്നാൽ എന്ത് ചെയ്യും? പ്ലസ് മൈനസ് ഇങ്ങനെ മാറിയും തിരിഞ്ഞു വന്നാൽ. അപ്പൊ നമുക്കൊരു കുഞ്ഞു ഐഡിയ ഞാൻ പറഞ്ഞുതരാം, ഒരു എളുപ്പ വഴി, ഒന്ന് ഓർത്തിരിക്കാൻ ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. അതിൽ ഒന്നാമത്തെ എന്തായിരുന്നു? ax² minus bx plus c is equal to 0. രണ്ടാമത്തത് ഞാൻ പറയാൻ പോണത് ax² plus bx plus c is equal to 0. എടാ ഇവിടെ നിങ്ങൾ ആദ്യം നോക്കേണ്ടത്, ഇവിടെ പ്ലസ് ആണെങ്കിൽ, കോൺസ്റ്റന്റ് പ്ലസ് ആണെങ്കിൽ, കോൺസ്റ്റന്റ് പ്ലസ് ആണോ?
കോൺസ്റ്റന്റ് പ്ലസ് ആണോ? ഇവിടെ കോൺസ്റ്റന്റ് പ്ലസ് ആണ്. കോൺസ്റ്റന്റ് പ്ലസ് ആണെങ്കിൽ സെയിം സൈൻ ആയിരിക്കും വരുന്നത്. കോൺസ്റ്റന്റ് പ്ലസ് ആണെങ്കിൽ സെയിം സൈൻ ആയിരിക്കും വരുന്നത്. ഇനി നിങ്ങൾ ഇവിടെ നോക്കണം. ഇവിടെ മൈനസ് ആണെങ്കിൽ ആ സെയിം സൈൻ എന്ന് പറയുന്നത് രണ്ടും പ്ലസ് ആയിരിക്കും. ഇത് മൈനസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് വരും. നമ്മൾ ആദ്യം പഠിച്ച, അതായത് ഇത്രയും നേരം ചെയ്ത ക്വസ്റ്റ്യൻ ഈ മോഡലായിരുന്നു അല്ലെ. ഇവിടെ മൈനസ് ആയതുകൊണ്ട് രണ്ടും പ്ലസ് കൊടുത്തു. ഇനി അടുത്തത് ഒന്നും കൂടെ പറയാം. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എത്ര സൊല്യൂഷൻ ഉണ്ട്? 2 സൊല്യൂഷൻ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എത്ര സൊല്യൂഷൻ ഉണ്ട്? 2 സൊല്യൂഷൻ. ഇവിടെ പ്ലസ് ആണെങ്കിൽ സെയിം സൈൻ ആയിരിക്കും. ഇവിടെ പ്ലസ് ആണെങ്കിൽ സെയിം സൈൻ ആയിരിക്കും. ആ 2 സൊല്യൂഷനും സെയിം സൈൻ ആയിരിക്കും. പ്ലസ് ആണ് രണ്ടും പ്ലസ് ആയിരിക്കും, മൈനസ് ആണ് രണ്ടും മൈനസ് ആയിരിക്കും. ഓക്കെ, ഇവിടെ പ്ലസ് ആയതുകൊണ്ട് സെയിം സൈൻ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇവിടെ മൈനസ് ആയതുകൊണ്ട് അത് രണ്ടും പ്ലസ് ആയിരിക്കും. +3 +2 +4 +5 അങ്ങനെ എന്താന്ന് വെച്ചാൽ. ഇനി ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ പ്ലസ് ആയതുകൊണ്ട് സെയിം സൈൻ തന്നെയാണ്. ഇവിടെ പ്ലസ് ആണെങ്കിൽ സെയിം സൈൻ എന്നല്ലേ പറഞ്ഞേ. അപ്പൊ 2 വാല്യൂസ് ഉണ്ടെങ്കിൽ 2 വാല്യൂസിനും സെയിം സൈൻ ആയിരിക്കും. ഇനി ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ആ 2 സൈനും എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. അപ്പൊ ഇവിടെ മൈനസ് ആണെങ്കിൽ പ്ലസ്, ഇവിടെ പ്ലസ് ആണെങ്കിൽ മൈനസ്, ഓപ്പോസിറ്റ് സൈൻ എന്ന് ഓർത്താൽ മതി. മനസ്സിലായോ? അപ്പം കോൺസ്റ്റന്റ് പ്ലസ് ആണെങ്കിൽ സൊല്യൂഷൻ എപ്പോഴും സെയിം സൈൻ ആയിരിക്കും. ഇവിടെ മൈനസ് ആണെങ്കിൽ അത് പ്ലസ് ആയിരിക്കും, ഇവിടെ പ്ലസ് ആണെങ്കിൽ അത് മൈനസ് ആയിരിക്കും. ക്ലിയർ ആണോ? എക്സാമ്പിൾ x² - 5x + 6 = 0. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് രണ്ടും സെയിം സൈൻ, ഇവിടെ മൈനസ് ആയതുകൊണ്ട് രണ്ടും പ്ലസ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6ഉം ആഡ് ചെയ്യുമ്പോൾ 5ഉം കിട്ടുന്നത് 3ഉം 2ഉം. ക്ലിയർ ആണോ? ഇനി ഇവിടെ പ്ലസ് ആയതുകൊണ്ട് രണ്ടും മൈനസ്, ഇവിടെ പ്ലസ്. അടുത്തൊരു എക്സാമ്പിൾ പറയാം. x² + 5x + 6 = 0. എങ്ങനെ എഴുതുന്നത്? ആദ്യം നോക്കണം കോൺസ്റ്റന്റ് പ്ലസ് ആണോന്ന്. കോൺസ്റ്റന്റ് പ്ലസ് ആയെങ്കിൽ രണ്ടും സെയിം സൈൻ, ഇവിടെ പ്ലസ് ആണെങ്കിൽ അത് രണ്ടും മൈനസ് ആയിരിക്കും. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6ഉം ആഡ് ചെയ്യുമ്പോൾ 5ഉം കിട്ടുന്നത് 3ഉം 2. മനസ്സിലായോ? ഇത് രണ്ടുമാണ് ഫസ്റ്റ് കേസ് വരുന്നത്. ഇനി ഇവിടെ പ്ലസ് അല്ലെങ്കിലോ? ഇവിടെ പ്ലസ് ആവുന്ന കേസ് അല്ലേ പറഞ്ഞത്. ഇവിടെ പ്ലസ് അല്ലെങ്കിലോ? അടുത്തത് മൂന്നാമത്തെ വരുന്നതെന്ന് വെച്ചാൽ ax² + bx - c = 0. നാലാമത് വരുന്നത് ax² - bx - c = 0. ഈ 2 കേസാണ് അടുത്തത്. ഇവിടെ രണ്ടിടത്തും നിങ്ങൾ നോക്കണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മൈനസ് അല്ലേ. മൈനസ് ആണെങ്കിൽ ഡിഫറെന്റ് സൈൻ ആയിരിക്കും. ഒന്ന് പ്ലസ് ആയിരിക്കും, ഒന്ന് മൈനസ് ആയിരിക്കും. ഇവിടെ മൈനസ് അല്ലേ, ഇവിടെ അതുപോലെ തന്നെ ഒരു സൊല്യൂഷൻ പ്ലസ് ആയിരിക്കും, ഒരു സൊല്യൂഷൻ മൈനസ് ആയിരിക്കും. ഇനി ഒരു സൊല്യൂഷൻ പ്ലസ് ആയിരിക്കും, ഒരു സൊല്യൂഷൻ മൈനസ് ആണെന്ന് പറഞ്ഞു. വലിയ സംഖ്യയാണോ ചെറിയ സംഖ്യയാണോ അതാണ് ഇനി തീരുമാനിക്കേണ്ടത്. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് മൈനസ് വലിയ നമ്പറിന് കൊടുക്കണം. വലിയ നമ്പർ ആയിരിക്കും നെഗറ്റീവ്, സ്മോൾ നമ്പർ ആയിരിക്കും പോസിറ്റീവ്. അതുപോലെ ഇവിടെ മൈനസ് ആയതുകൊണ്ട് ഓപ്പോസിറ്റ് ആരാ? പ്ലസ് അല്ലേ. പ്ലസ് നമ്പർ ആയിരിക്കും ബിഗ്, മൈനസ് നമ്പർ ആയിരിക്കും സ്മോൾ. ഇതാണ് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഏത് ടൈപ്പ് പ്രോബ്ലവും പഠിക്കാനുള്ള ട്രിക്ക്. നോക്കുക, കോൺസ്റ്റന്റ് പ്ലസ് ആണെങ്കിൽ സെയിം സൈൻ, മറ്റേത് മൈനസ് ആണെങ്കിൽ രണ്ടും പ്ലസ്, പ്ലസ് ആണെങ്കിൽ മൈനസ്. കോൺസ്റ്റന്റ് മൈനസ് ആണെങ്കിൽ ഡിഫറെന്റ് സൈൻ, മറ്റേത് പ്ലസ് ആണെങ്കിൽ മൈനസ് ആണ് വലിയ നമ്പർ, ചെറിയ നമ്പർ പ്ലസ് ആയിരിക്കും. മനസ്സിലായോ? മൈനസ് ആണെങ്കിൽ തിരിച്ച് വലിയ നമ്പർ പ്ലസ് ആയിരിക്കും, മറ്റേത് ചെറിയ നമ്പർ ആയിരിക്കും. ക്ലിയർ ആണോ? ഒരു പ്രോബ്ലം ചെയ്താലോ കുറച്ചുകൂടെ ക്ലിയർ ആവാനായിട്ട്. ആ മൂന്നാമത്തിന്റെ നാലാമത്തിന്റെ എക്സാമ്പിൾ പറഞ്ഞിട്ടില്ല. ആ എക്സാമ്പിൾ വഴിയെ പറയാം, എല്ലാം കൂടെ ഹെവി ആക്കുന്നില്ല. മൂന്നും നാലും ടൈപ്പിന് ഒന്നും കൂടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അത് അടുത്തടുത്ത സ്റ്റെപ്സിൽ പറയാം. ഇത്രയും ക്ലിയർ ആണോ? അങ്ങനെയാണ് ഈ പ്രോബ്ലംസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് സെക്കൻഡ് ക്വസ്റ്റ്യൻ പിന്നെ ചെയ്യാം. ഇത് ഡേറ്റ കമ്പാരിസൺ ആയിട്ടാണ് നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് രണ്ടെണ്ണം എഴുതി വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ അതിന്റെ കമ്പാരിസൺ സെക്ഷൻ ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ ജസ്റ്റ് ആ പാറ്റേൺസ് ഒക്കെ ഒന്ന് പരിചയപ്പെട്ടു പോവാവേ. 20x² - 9x + 1 = 0. 20x² + 9x + 1 = 0. ആദ്യം എന്താ നോക്കുന്നത്? ആദ്യം എന്താ നോക്കുന്നത്? ആ 20യും
1 അല്ലേ 20 1 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം 4 into 5 എന്ന് എഴുതാം 4 plus 5 എത്രയാണ് 9 ഓക്കെ അപ്പൊ 4 ഉം 5 ഉം ആണ് 4 ഉം 5 ഉം ആണ് നമുക്ക് 4/20 എഴുതണം 5/20 എഴുതണം 4/20 എന്ന് വെച്ചാൽ 1/5 5/20 എന്ന് വെച്ചാൽ 1/4 1/5 ഉം 1/4 വരെ എത്തി ഇനി നോക്കേണ്ട എന്താണ് ഇവിടെ പ്ലസ് ആയതുകൊണ്ട് സെയിം സൈൻ ആണ് വരുന്നത് ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ആ രണ്ട് സൈനും മൈനസ് ആയിരിക്കും സോ ഇതും -1/5 ഇതും -1/4 കഴിഞ്ഞു മനസ്സിലായോ രണ്ടും നെഗറ്റീവ് വാല്യൂസ് ആയിരിക്കും രണ്ട് നമ്പേഴ്സിന്റെയും സൊല്യൂഷൻ നെഗറ്റീവ് ആയിരിക്കും ക്ലിയർ ആണോ അടുത്ത നോക്കാം 30y² plus 11y plus 1 is equal to 0 y² കോഎഫിഷ്യന്റ് എടുക്കണം 1 ഇട്ട് ചെയ്യല് അല്ലെ 30 into 1 is equal to 30 നമുക്ക് 6 into 5 എന്ന് എഴുതാം 6 plus 5 11 ആണ് ഓക്കെ അപ്പം ഇവിടെ പ്ലസ് വരുന്ന കേസിലെല്ലാം ഇങ്ങനെയാണ് ഇവിടെ പ്ലസ് വരുന്ന കേസിലെല്ലാം ഇങ്ങനെയാണ് പിന്നെ നമ്മൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ പ്ലസ് വരുമ്പോൾ രണ്ടും സെയിം സൈന അത് പ്ലസ് ആണെങ്കിൽ മൈനസ് സോ -6/30 ഉം -5/30 ദാറ്റ് ഈസ് -1/5 ഉം -1/6 ഉം ആണ് നമ്മുടെ ആൻസർ ഓക്കെ ക്ലിയർ ആണോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ ഇവിടെ രണ്ടിടത്തും പ്ലസ് ആയതുകൊണ്ട് ഇവിടെ പ്ലസ് ആയതുകൊണ്ട് സെയിം സൈൻ ആയിരിക്കും ഇവിടെ പ്ലസ് ആയതുകൊണ്ട് രണ്ടും മൈനസ് ആയിരിക്കും അപ്പൊ ആൻസർ മൈനസ് ആണ് ആൻസർ എന്ന് മനസ്സിലായി ഇനി 6നെ നമുക്ക് 3ഉം 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം 3ഉം 2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 5 ആണ് സോ -3 -2 ചെയ്തായിരുന്നു എല്ലാവരും ഇവിടെ അതുപോലെ പ്ലസ് ആയതുകൊണ്ട് രണ്ടും സെയിം സൈൻ ആണ് ഇത് പ്ലസ് ആയതുകൊണ്ട് രണ്ടും മൈനസ് ആണ് പ്ലസ് ആയതുകൊണ്ട് സെയിം സൈൻ ആണ് ഇവിടെ പ്ലസ് ആയതുകൊണ്ട് രണ്ടും മൈനസ് ആണ് So 4 into 35 നെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം 2 into 2 4 5 into 7 35 സോ 5 into 2 10 ആണ് 7 into 2 14 ആണ് 14 plus 10 അല്ലേ 24 സോ 14 14/4 10/4 മൈനസ് കൊടുക്കാൻ മറക്കല്ലേ 14ന്റെ പകുതി 7 ആണ് 7ന്റെ പകുതി 3.5 ആണ് സോ -3.5 10ന്റെ പകുതി 5 ആണ് 5ന്റെ പകുതി 2.5 ആണ് -2.5 മനസ്സിലായോ വേറൊരു ഫോർമാറ്റ് നമ്മൾ പറഞ്ഞ ഒരു ഫോർമാറ്റോടെ പറഞ്ഞങ്ങ് നിർത്താം ഇന്നത്തെ സെക്ഷൻ ഒരു ഫോർമാറ്റോടെ പറഞ്ഞങ്ങ് നിർത്താം ഇന്നത്തെ സെക്ഷൻ അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ അങ്ങനെയാണ് ഇത് നോക്കി 8y² minus y 8y² minus y minus 9 is equal to 0 നോക്കി ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ ടൈപ്പ് ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ശ്രദ്ധിക്കാനുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഇവിടെ മൈനസ് ആയതുകൊണ്ട് ഒരെണ്ണം പ്ലസും ഒരെണ്ണം മൈനസ് എന്ന് എഴുതും അല്ലെ ഇവിടെ മൈനസ് ആയതുകൊണ്ട് ഒരെണ്ണം പ്ലസ് ആയിരിക്കും ഒരെണ്ണം മൈനസ് ആയിരിക്കും എന്ന് അറിയാം അതുപോലെ ഇവിടെ മൈനസ് ആയതുകൊണ്ട് തന്നെ വലിയ നമ്പറിന് പ്ലസ് സൈനും ചെറിയ നമ്പറിന് മൈനസ് സൈനും ആണെന്നൊക്കെ അറിയാം ഇനി വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ 8 9 കൂടെ മൾട്ടിപ്ലൈ ചെയ്യും ഇവിടെ 4 35 കൂടെ മൾട്ടിപ്ലൈ ചെയ്തല്ലേ ചെയ്തത് അതുപോലെ 8 into 9 നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം 8 into 9 സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇത്രയും നേരം സം അല്ലായിരുന്നു എടുക്കുന്നത് ഇവിടെ പ്ലസ് വരുന്ന കേസിലെല്ലാം നമ്മൾ സം എടുത്തത് എന്നാൽ ഇവിടെ മൈനസ് വരുന്ന കേസിൽ ഡിഫറൻസ് ആണ് എടുക്കേണ്ടത് 9 8 തമ്മിലുള്ള വ്യത്യാസം എന്ത് കിട്ടണം ഈ 1 കിട്ടണം 9 8 9 8 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 1 ആണല്ലോ അപ്പൊ ഒരു ആൻസർ 9/8 ആണെങ്കിൽ അടുത്ത ആൻസർ 8/8 ആണ് 9/8 എന്ന് പറയുമ്പോൾ 1 പോയിന്റ് സംതിങ് കിട്ടും 8/8 എന്ന് പറയുമ്പോൾ 1 കിട്ടും അല്ലെ 9/8
1 ആണ്. ഇതിൽ ഏതാ വലുത്? 9/8 അല്ലേ വലുത്. സോ ആൻസർ +9/8 -1 ആണ് ആൻസർ. അപ്പൊ ഈ ടൈപ്പുകൾ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ടൈപ്പുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ ഇന്നത്തെ സെക്ഷൻ നമുക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ട് വരാം. അടുത്ത ക്ലാസ്സിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. മൈനസ് വരുന്ന കേസും പ്ലസ് വരുന്ന കേസും ഡിഫറെന്റ് പാറ്റേൺസ് എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതുവരെ നമ്മൾ ക്വസ്റ്റ്യന്റെ പാറ്റേണിലോട്ട് വന്നില്ല. എങ്ങനെയാണ് എക്സാമിന് ചോദിക്കുന്നത് ഈ ക്വസ്റ്റ്യൻ, അതിലോട്ട് വന്നിട്ടില്ല. എക്സാമിന് എങ്ങനെ ചോദിക്കുന്നത് ജസ്റ്റ് ഞാനൊന്ന് കാണിക്കാം. ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യന്റെ മോഡൽ വരുന്നത്. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ കാണിക്കും. ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് 2 equations numbered 1 and 2 are given. രണ്ട് ഇക്വേഷൻസ് തരും. യു ഹാവ് ടു സോൾവ് ബോത്ത് ദ ക്വസ്റ്റ്യൻസ്. രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ സോൾവ് ചെയ്യണം. എന്നിട്ട് ആൻസർ എഴുതണം. ആൻസർ എഴുതേണ്ടത് എക്സ് ആണോ വൈ ആണോ വലുത്. എക്സ് കമ്പാരിസൺ എപ്പോഴും ചോദിക്കണം കേട്ടോ. എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണോ, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ ആണോ, എക്സ് ലെസ് ദാൻ വൈ ആണോ, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ആണോ. ഇതായിരിക്കും ചോദിക്കുന്ന മോഡൽ. അതിൽ എക്സ് ഇസ് ഈക്വൽ ടു വൈ ആണോ, റിലേഷൻ എക്സ് വൈ ആണോ, അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ലേ, റിലേഷൻ കനോട്ട് ബി ഡിറ്റർമിൻഡ് ആണോ, അങ്ങനെയാണെങ്കിൽ അതും. ഇത്രയും ഓപ്ഷൻസ് ആയിരിക്കും വരുന്നത്. അപ്പൊ ഇത് ഞാനൊരു ഹോംവർക്ക് ആയിട്ട് തരുവാണ്. അടുത്ത ക്ലാസ് ഈ പ്രോബ്ലത്തിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ അപ്പൊ താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ബൈ.